വിഷ്ണു, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. വടക്കേ മലബാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പ്രതിരോധം എന്ന ഭാഷയൊക്കെ അവിടെ ഉപയോഗിക്കാറുണ്ട്. പരസ്പരം കൊന്ന് മേധാവിത്വം പുലർത്തുമ്പോഴാണ് രാഷ്ട്രീയ വിജയം ഉണ്ടാകുന്നത് എന്നൊരു മിഥ്യാബോധമുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ പലപ്പോഴും ഇപ്പോഴും കാണാമെന്ന് മാത്രമല്ല, ഈ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ പോലെയാണ്. പിന്നെ തിരിച്ചു കയറ്റാൻ പറ്റില്ല. ആളുകൾ സ്വന്തം നിലയ്ക്കും ഒക്കെ ബോംബുണ്ടാക്കി തുടങ്ങും, പ്രാദേശിക സംഘർഷങ്ങൾക്കും അത് ഉപയോഗിച്ചു തുടങ്ങും, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സംഘടനാ നേതൃത്വങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊല വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും താഴെത്തട്ടിൽ ഇപ്പോഴും ആ യുദ്ധശേഖരം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇവിടെ ആരാണ് ആയുധം ഇപ്പോൾ ശേഖരിക്കുന്നത്? കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ണൂരിലുണ്ടായിരുന്നു. പരസ്പരം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതൊക്കെ അവസാനിച്ച് ഇരുണ്ട ശിലായുഗത്തിൽ നിന്നും കണ്ണൂർ രാഷ്ട്രീയത്തെ ആധുനിക ജനാധിപത്യ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയപ്പോൾ ഇന്നും സ്വന്തം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട്, പാർട്ടി ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വന്തം സഹപ്രവർത്തകർക്ക് ബോംബുണ്ടാക്കാൻ പ്രത്യേക പരിശീലന പരിപാടികൾ നടത്തുന്ന പാർട്ടിയാണ് CPM. അരുൺകുമാർ പറഞ്ഞല്ലോ, ആര് ബോംബുണ്ടാക്കിയാലും തെറ്റാണ്, ഉണ്ടാക്കാൻ പാടില്ല, ചെയ്യണമെന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുമ്പോഴും കേരളത്തിലെ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇതൊക്കെ കേട്ടാൽ നിങ്ങളെല്ലാം പറയുന്നത് ഒരു വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ മാത്രമേ ഞങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയൂ. കാരണം നിങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ പാർട്ടി. ഇന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് ആ നാട്ടുകാർ. ആ അനുഭവത്തിന്റെ സാക്ഷ്യപത്രമാണ് ഒരു സഹോദരി വന്നിരുന്ന മാധ്യമങ്ങളിലൂടെ തൊഴുകൈകളോടെ പറയുകയാണ്, നിങ്ങൾ ബോംബ് ഉണ്ടാക്കിയതിനെ പറ്റിയല്ല, നിങ്ങൾ ഉണ്ടാക്കിയ ബോംബുകൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ആ നാട്ടിലെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരുടെ അച്ഛനമ്മമാരെയും സഹോദരിമാരെയും തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാരെയൊക്കെ കാക്കണം. ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പട്ടാളക്കാരെ പോലെ ബോംബ് സ്ക്വാഡിന് ഉപയോഗിക്കുന്ന സർവ്വ സജ്ജീകരണങ്ങളുമായി സ്ത്രീകൾ മുറ്റത്തേക്ക് ചൂലിന് പകരം ഇറങ്ങി ബോംബുകൾ കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിലാണ് ഇന്ന് കണ്ണൂർ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 6 മാസം മുമ്പാണല്ലോ ആക്രി പെറുക്കാൻ പോയ ഒരാൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിച്ചത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളില്ലാതെ നിരന്തരം കണ്ണൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ആരാണ് ബോംബ് ഉണ്ടാക്കുന്നത്? കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി. ഇവരെ നിലയ്ക്ക് നിർത്തേണ്ടത് ആരാണ്? കേരളത്തിലെ പോലീസ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ മാത്രം കണക്ക് നോക്കിയാൽ ഉണ്ടായ ബോംബ് സ്ഫോടനങ്ങളിൽ എത്ര പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലെ പോലീസ്? എത്ര പേര് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളിവിടെ ആർക്കാണ് സംരക്ഷണം ഒരുക്കുന്നത്? നിങ്ങൾ സംരക്ഷണം ഒരുക്കുന്നത് ഒന്നാം തരം നിങ്ങളുടെ പാർട്ടിയിൽ ബോംബ് ഉണ്ടാക്കി ബോംബെറിയുന്ന നിങ്ങളുടെ സഹപ്രവർത്തകർക്കാണ്. അല്ലാതെ ഈ നാട്ടിലെ, പറയട്ടെ അഭിലാഷേ, ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകർക്കല്ല. ഈ സഹോദരിക്ക് പോലും ഇപ്പോൾ പറയുന്നു, നാളെ എന്റെ നേരെയും ജീവന്റെ ഭീഷണി ഉണ്ടാവും. ചിലപ്പോൾ 1-1.5 ആഴ്ച മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവരൊന്ന് മാറുന്നേക്കാം. പിന്നീട് ഞാനൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടിപ്പർ ലോറിലൂടെ ആയിരിക്കും എനിക്കുള്ള മറുപടി വരിക. ഈ നാട്ടിലെ ഒരാളും മിണ്ടില്ല. കാരണം അതാണ് പാർട്ടി ഗ്രാമങ്ങളിൽ CPM വച്ചു പുലർത്തുന്ന സ്വാതന്ത്ര്യവും സോഷ്യലിസവും കമ്മ്യൂണിസവും. അതുകൊണ്ട് ചർച്ചകളിൽ മാത്രമേ ഇവർക്ക് സ്വാതന്ത്ര്യവും കമ്മ്യൂണിസവും സോഷ്യലിസവും ഉള്ളൂ. സാധാരണക്കാരന് നേരെയും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയും ഒരു സ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ഇല്ല. എപ്പോഴും അസഹിഷ്ണുതയുടെ വഴികൾ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ശരി.